നമ്മളെ അംഗീകരിക്കാനോ എന്ത് അംഗീകാരമാണ് ഇത്ര സമയം കൊടുത്തില്ലെന്ന് റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്നത് കണ്ടു. അതൊക്കെ ഒന്ന് ചെട്ടിയാരഴിയത്ത് പാലേൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായപ്പോൾ നോട്ടീസിലും പേരിൽ എന്നെ അറിയിച്ചുമില്ല. അധികാരമോഹിയാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവരാണ് അധികാരമോഹി. ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ഇങ്ങനെ ചാരി പാർട്ടി എന്ത് പറയുന്നോ അടിമ പോലെ അത് കേട്ടോണ്ടിരിക്കുന്നവരാണ് ഇമാതിരി പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഊരും പേരും ഇല്ലാതെ പറയുന്നവരൊന്നും എന്നെ അറിയുന്നവരാണോ എന്ന് അറിഞ്ഞാൽ അറിയുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു. എന്നാ അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കാം, അല്ലെ വീട്ടുകാർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. പാർട്ടി പഴയ പാർട്ടിയല്ല, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ആർക്കൊക്കെ കുറച്ച് പേർക്ക് വേണ്ടി പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറി എന്നെ പോലുള്ളവർ അവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പോലെ പറഞ്ഞു, ഈ കാര്യമൊക്കെ പൊതുജനങ്ങൾക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾ പറയും. BJP ഒക്കെ ഉള്ള കാപ്പ കേസിലെ പ്രതികളെ വരെ വീണ ജോർജ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ അവിടെ സ്വീകരിച്ചപ്പോൾ അത് നല്ലത്. രാഷ്ട്രീയവും നിയമവും ഒരുപോലെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ഉള്ള മാഡത്തിന്റെ യാത്ര, രാഷ്ട്രീയത്തിലെ അനുഭവങ്ങൾ, സമൂഹവുമായുള്ള ബന്ധം, ഇവയെല്ലാം തുറന്നു പറയാൻ നമ്മോടൊപ്പം മാഡം ആയിരിക്കുകയാണ്. നമുക്ക് മാഡത്തോട് ചോദിക്കാം. നമസ്കാരം മാം. നമസ്കാരം. മാം ഒരു അഭിഭാഷകയായിട്ടല്ലേ പൊതുജീവിതത്തിലേക്ക് വന്നത്? തീർച്ചയായിട്ടും. ആദ്യമേ ഞാൻ LLB LLM കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത്. 85 ലാസ്റ്റ് 86 ആദ്യം മുതൽ 2000 വരെയും ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ അഭിഭാഷക വൃത്തിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറേ കേസുകളും ഒക്കെ വന്ന് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ശശിധരൻ പിള്ള വക്കീലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ CPMൻ്റെ വലിയ പ്രവർത്തകരായിരുന്നു അന്നത്തെ കാലത്ത്. അതൊരു 90 കാലഘട്ടത്തിൽ, 90, 91 കാലഘട്ടത്തിലാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് വന്നും, പിന്നെ മഹിളാ അസോസിയേഷൻ്റെ, എനിക്ക് അവരെയൊന്നും എല്ലാവരെയും അറിയില്ല എങ്കിൽ പോലും ഓഫീസിലൊക്കെ വന്നിട്ട് അവരെല്ലാം എന്നോട് പറയുമായിരുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഈ മഹിളാ പ്രസ്ഥാനമുണ്ട്, അതിലേക്കൊക്കെ പ്രവർത്തിക്കാൻ വരണം, പാർട്ടിയുടെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് പൊതു പ്രവർത്തനത്തിലൂടി വരണമെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഈ പ്രാക്ടീസ് ഉണ്ട്, കക്ഷികളുണ്ട്, കേസ് നോക്കണം, മക്കൾ കൊച്ചാണ്, അപ്പോൾ അത് എങ്ങനെ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ എന്നോട് ചോദിച്ചെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സമയമുണ്ടേ പോയിക്കോളാൻ, അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയവും കുറച്ച് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അതിൽ മെമ്പർഷിപ്പൊക്കെ എടുത്തു, പാർട്ടി മെമ്പർഷിപ്പിലായി. അപ്പോൾ പറ്റുന്ന സമയമൊക്കെ അതിൻ്റെ ക്യാമ്പയിനൊക്കെ പോകുമായിരുന്നു. മഹിളാ അസോസിയേഷൻ്റെ ക്യാമ്പയിനുകൾക്കൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് ക്രമീകരിച്ച് പോകുമായിരുന്നു, കേസൊന്നും എടുത്ത് വയ്ക്കാത്തപ്പോൾ. അങ്ങനെ ആയി അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നതാണ്. 2000 ആയപ്പോഴാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നൊരു ജനപ്രതിനിധി ആവാനുള്ളൊരു കാര്യം വന്നത്. മടിച്ചാണെങ്കിലും പിന്നെ അങ്ങ് സമ്മതിച്ച് അങ്ങനെ അതിലേക്ക് അങ്ങ് വന്ന് അതിവിടം വരെ എത്തി. ഈ അഭിഭാഷകയായിട്ടുള്ള ആ പരിചയം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രത്തോളം സഹായിച്ചിരുന്നു? നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അഭിഭാഷകയും കൂടെ ആയതുകൊണ്ട് അത്രയും വർഷം പ്രാക്ടീസ് ചെയ്തതിൻ്റെയും ഒരു അനുഭവം എനിക്കുണ്ട്. കക്ഷികളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടും അപ്പോൾ ജനകീയ പ്രശ്നങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പലതും നമുക്ക് വളരെ നന്നായിട്ട് സഹായിച്ചു കൊടുക്കാനായിട്ട് ഈ പ്രൊഫഷൻ സഹായിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് വളരെ സഹായിച്ചിട്ടുണ്ട് ഈ പ്രൊഫഷൻ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറി. ആ തീരുമാനം വ്യക്തിപരമായിരുന്നോ അതോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിർബന്ധിതമാക്കിയതാണോ? വ്യക്തിപരം എന്ന് പറയാൻ രണ്ടുമുണ്ട്. ഒന്നാമത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എനിക്കുള്ള സമയം മുഴുവൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. പിന്നീട് ഈ 2000 ജില്ലാ പഞ്ചായത്തിലേക്ക് കഷ്ടിച്ച് ജയിച്ചൊക്കെ വന്ന് അവസരങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ പ്രാക്ടീസിനെ അത് വല്ലാണ്ട് ബാധിച്ചിരുന്നു. അപ്പം ഞാൻ ഓഫീസിലേക്ക് കേസുകൾ വിടുകയും അവർ കയറി എനിക്ക് വക്കാലത്ത് മാത്രം ഒപ്പിട്ട് കൊടുത്ത് ബാക്കി ചെയ്തുകൊണ്ട് കൂടുതൽ സമയം ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറി. അപ്പോൾ ഈ പാർട്ടിയിൽ ഏരിയ കമ്മിറ്റിയിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ക്യാമ്പയിനുകളെല്ലാം നന്നായിട്ട് കൊണ്ടുപോയി, പാർട്ടി പ്രവർത്തനങ്ങളും നന്നായിട്ട് കൊണ്ടുപോയി. അതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഒരു പ്രയാസം കൂടാതെ മാക്സിമം ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ തന്നെ തുടർന്ന് നിരവധി തവണ ജയിച്ചു വന്നപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അപ്പോഴത്തേക്ക് പ്രൊഫഷനിലേക്കുള്ള കോൺസെൻട്രേഷൻ അത്ര പറ്റുന്നേ ഇല്ലായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, അത് സ്വന്തം കാര്യങ്ങൾ ഒരുപാട് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളൊരു സത്യമുണ്ട്. കാരണം അവരോടൊപ്പം ചെലവഴിക്കാനോ അതിനൊന്നും ഉള്ള സമയം നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ജനങ്ങൾ തന്ന ഒരു അധികാരമാണ്
അന്നത്തെ പാർട്ടി ഏൽപ്പിച്ചു. എനിക്ക് എന്നിലുള്ള വിശ്വാസം കൊണ്ട് തന്നു. ജനങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഈ മാറിയത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എത്ര വർഷം കടന്നുപോയി. എൻ്റെ നല്ല സമയം മുഴുവൻ, എൻ്റെ നല്ല ഇൻകവും ഞാൻ മാറ്റിക്കളഞ്ഞു. എനിക്കത് വിഷയമല്ല. കാരണം ഇൻകത്തേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യം ചെയ്യാൻ എനിക്ക് പറ്റി. മനുഷ്യർക്ക് വേണ്ടി, നാട്ടിൽ വേണ്ടി, അങ്ങനെ എല്ലാം ചെയ്ത് പാർട്ടിക്കും നല്ല മൈലേജ് ഉണ്ടാക്കാൻ, ഒരു നല്ല പങ്ക് വഹിക്കാൻ എനിക്കും കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ 3ാമത് മത്സരിച്ചു. അന്ന് കുറച്ച് വിവാദങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അന്നത്തെ ചുമതലയുള്ള രാഘവ സഖാവിനോട്, ഞാൻ പത്രസമ്മേളനം നടത്തി മത്സരിക്കുന്നില്ല എന്ന് പറയട്ടെ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മിണ്ടി പോരുത്, ഇങ്ങനെയൊന്നും പറയേണ്ടത് പാർട്ടി തീരുമാനിക്കുന്നു. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ വീണ്ടും ഞാൻ സ്ഥാനാർത്ഥിയായി 2016 നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. ചെയ്യാവുന്നത് മുഴുവൻ ഈ കാണുന്നതെല്ലാം അന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് കാണുന്നത് വർക്ക് നിയർ ഹോം ഒഴിച്ച് ഉള്ളതെല്ലാം അന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പാർട്ടി ഏൽപ്പിച്ച ചുമതലയും പാർട്ടി കമ്മിറ്റികളിലും അനിവാര്യമായ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ അവിടെ ആവുമെങ്കിലും അല്ലാത്ത സമയം മഹിളാ അസോസിയേഷൻ, ലോയേഴ്സ് യൂണിയൻ, അംഗൻവാടി വർക്കേഴ്സിൻ്റേത്, ICPS, OSWC തുടങ്ങിയ വർഗബഹുജന സംഘടനയിൽ വരെ എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ പരിശ്രമിച്ചു. പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നയപരമായ കാര്യങ്ങൾ അവരോടും ചോദിച്ച് തന്നെയാണ് മുന്നോട്ട് പോയി. അങ്ങനെ 2021 ആയപ്പം ഞാൻ തന്നെ അതിന് മുമ്പേ പറയുമായിരുന്നു, ഇനി പുതിയ ആൾക്കാർ വരും, ഇനി പുതിയ ജനപ്രതിനിധികളായിരിക്കും വരുന്നത്. അങ്ങനെ മാറി. അപ്പോൾ ബാലഗോപാൽ സാബ് വന്ന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആദ്യം ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറയുമായിരുന്നു, എൻ്റെ ജനകീയത കൊണ്ട് സഖാവിനെ ജയിപ്പിക്കണം, തീർച്ചയായിട്ടും നല്ലപോലെ ഇടപെടണം, അനിയനെ പോലെയാണെന്ന് പറയണം, എല്ലാം പറഞ്ഞിരുന്നു എന്നോട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നൊക്കെ ചേർത്തും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എനിക്ക് ജയിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ആവശ്യമാണ്. ഞാൻ ഇത്രയും നാളിരുന്ന് പാർട്ടി വിശ്വസിച്ച് തന്നു, ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആളെ ജയിപ്പിക്കുക എന്നുള്ള എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. എല്ലായിടത്തും എനിക്ക് വോട്ട് തരുന്ന പോലെ തരണം എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അദ്ദേഹം ജയിച്ചു വന്നു. ഭൂരിപക്ഷം കുറേ കുറവായിരുന്നു. എന്നാൽ പോലും അത് കഴിഞ്ഞ് ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ച ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടായിരുന്നു. തറക്കല്ലിടലുണ്ടായിരുന്നു. പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ടും കോവിഡ് വന്നുകൊണ്ടും മാറ്റിവെച്ച് ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡുകൾ, ഹൈമാസ് ലൈറ്റുകൾ, കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാലം, ചെട്ടിയാരഴിയത്ത് പാലം, അറക്കടവ് പാലം തുടങ്ങി നിരവധി MLA ഫണ്ട് കൊടുത്തത് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. ഈ ആശുപത്രിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഏതാണ്ട് തീർന്നിരുന്നു. ചെറിയ പരിപാടിയോടെ ഉള്ളായിരുന്നു. കോവിഡ് വന്നുകൊണ്ടും പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ടും മാറി. അപ്പോൾ ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വിദ്യാഭ്യാസ സമുച്ചയമൊക്കെ ഞാൻ ഇരുന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം വന്നു കഴിയുമ്പോൾ എന്താ കാര്യം എന്നറിഞ്ഞൂടാ, നോട്ടീസിൽ പോലും എൻ്റെ പേര് വയ്ക്കില്ല. ഞാനൊരു MLA ആയിട്ട് ഇത്രയും നാളിരുന്നതല്ലേ. അതെനിക്ക് കുറേശ്ശെ സ്ട്രൈക്ക് ചെയ്ത്, എന്തിനാ എന്നെ വിളിക്കാൻ വന്നു, എൻ്റെ പേരില്ല, ഞാൻ ഓഡിയൻസിൽ വന്നിരിക്കണോ എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നു. ആര് വരുന്നത്, ഉദ്യോഗസ്ഥർ വന്നിരുന്നു. എൻ്റെ വക്കീൽ ഓഫീസിൽ വന്നിരുന്നിട്ട് ഈ നോട്ടീസൊക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേരൊന്നുമില്ല. ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു, എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു. അല്ലാതെ വേറെ ആരും വിളിച്ചൊന്നുമില്ല. ഈ ഉദ്യോഗസ്ഥർ അന്ന് ഈ വിദ്യാഭ്യാസം പേര് പോലും ഇല്ല. അത് കഴിഞ്ഞ് കുറേ അതിന് മുമ്പും ചില ഹൈമാസ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അതൊക്കെ വന്ന് ചെട്ടിയാരഴിയത്ത് പാലേൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായപ്പോൾ നോട്ടീസിലും പേരിൽ എന്നെ അറിയിച്ചുമില്ല. അപ്പോൾ ഈ പ്രചരണങ്ങളൊക്കെ കണ്ടാണ് ഞാൻ അറിയുന്നത്. ഈ പറഞ്ഞ എല്ലാ പദ്ധതികളിലും എൻ്റെ ഒരു അഡ്രസ്സ് പോലും വെക്കാതെ മൊത്തം അവരൊക്കെ ചെയ്ത് ഞാൻ പത്രങ്ങളിലൂടെ ഒക്കെ വായിച്ചറിയേണ്ട സ്ഥിതി വന്നു. ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ MLA അല്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ രീതി എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ മുൻ MLAയും R ബാലകൃഷ്ണനുള്ള അദ്ദേഹത്തിനെ വരെ വിളിക്കുമായിരുന്നു ഈ സിവിൽ സ്റ്റേഷനിൽ. എത്രയോ വർഷമായി അദ്ദേഹം മാറിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ട്. പക്ഷേ ഇതിനി പുതിയ രീതി ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ എന്നാലും എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ആ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പാർട്ടി പ്രവർത്തനമായിട്ടിരുന്നു 2023 മാർച്ച് വരെ. 2021 പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്തുമ്പോൾ ഞാനാണ് മുന്നിൽ നിന്ന് അതിൻ്റെ പ്രചരണ പ്രവർത്തനം നടത്തി. എൻ്റെ അന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നത്. 20 വർഷമായിട്ട് ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഇപ്പോഴാണ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എല്ലായിടത്തും റിപ്പോർട്ടിങ്ങിന് പോവും, കൊല്ലത്ത് മീറ്റിങ്ങിന് പോവും, എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി നൈസായിട്ട് പയ്യെ എൻ്റെ ഒരു സ്പേസ്, എനിക്കുള്ള സ്പേസ് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുവാന്ന് എനിക്ക് നന്നായി ഫീൽ ചെയ്തു. അതെ, ഒഴിവാക്കിയതായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ആവശ്യമില്ല എന്ന്. അന്നത്തെ പാർട്ടി പഴയ പാർട്ടിയല്ല,
മനസ്സിലാക്കേണ്ടത്. CPIM ആ പഴയ നന്മയുള്ള മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി ചർച്ചയും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ ഉള്ളൊരു പാർട്ടിയായിരുന്നു ഞാൻ പാർട്ടിയിലേക്കൊക്കെ വരുമ്പോൾ. അതെല്ലാം അങ്ങ് മാറി ഈ അടുത്ത കാലത്താണ് വലിയ ഡീവിയേഷനായി. ഇപ്പോൾ അത് ആർക്കൊക്കെയോ കുറച്ച് പേർക്ക് വേണ്ടി പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. എന്നെ പോലുള്ളവർ അവിടെ ആവശ്യമില്ലെന്ന് വന്നപ്പോൾ ഞാൻ അന്ന് പോലെ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ കുറേ കമ്മിറ്റികളിൽ പങ്കെടുത്തു, ഏരിയ കമ്മിറ്റിയിലും പങ്കെടുത്തു. ഞാൻ എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ പോകാത്തത്. എത്ര കണക്ക് പറഞ്ഞത് സത്യമായ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ആക്കിയുള്ള നേതാക്കളോട് തന്നെ പറഞ്ഞു, ഈ മന്ത്രിയോട് ഉൾപ്പെടെ പറഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യങ്ങൾ എനിക്കിത് പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ അംഗീകരിക്കാനോ എന്ത് അംഗീകാരമാണ് ഇത്ര സമയം കൊടുത്തില്ലെന്ന് റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്നത് കണ്ടു. ഈ സ്ഥാനം തന്ന സ്ഥാനം നമുക്ക് വേണ്ടിയല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രയോഗിക്കുന്നത്. എനിക്കെന്താ അധികാരമുള്ളത്? അധികാരം തരുന്ന താൽക്കാലികമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വിശ്രമമില്ലാതെ. അപ്പോൾ അതൊക്കെ ഏതാണ്ട് വലിയ സംഭവമാണ്. സ്വന്തം കാര്യത്തിനല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും നേടാനില്ല, സ്വന്തം കാര്യത്തിനാണ് അധികാരം എന്ന് ചിന്തിക്കുന്നവരെ ആണ് അങ്ങനെ പറയുന്നത്. മഞ്ഞപ്പിത്തമുള്ളവർ അധികാരമോഹി എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അധികാരമോഹിയാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരാണ് അധികാരമോഹി. ഈ മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് മഞ്ഞപ്പിത്തം എല്ലാം മഞ്ഞയായിട്ട് തോന്നും, അതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനേ ഇല്ല, ഞാനതിന് മറുപടി ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഞാൻ അധികാരമോഹിയാണോ എന്ന്. എങ്കിൽ ഞാൻ ബാലഗോപാൽ സാവിന് വേണ്ടി ഇത്രയും മരിച്ച് വർക്ക് ചെയ്യണ്ടല്ലോ, ഇത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടേ വേണ്ടല്ലോ. പക്ഷെ നമ്മുടെ സ്പേസ് പൂർണ്ണമായിട്ട് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു, നൈസായിട്ട്. എന്നാൽ എല്ലാവരും ചോദിച്ചാൽ 3 തവണ ആക്കിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യാം. ഈ കാര്യമൊക്കെ പൊതുജനങ്ങൾക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾ പറയും. ഇപ്പം കണ്ടില്ലേ, രക്തസാക്ഷി ഫണ്ട് വരെ ഞാനൊന്ന് പ്രതികരിച്ചപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ എന്ന്. ഈ പാർട്ടി നന്മയോടെ വരണം. ഈ വഴിതെറ്റിപ്പോയാൽ ശരിയാവില്ല. കുറച്ച് പേർക്ക് വേണ്ടി അല്ല ഇത് ചെയ്യേണ്ടത്. പാർട്ടിയുടെ നയവ്യതിയാനങ്ങളുടെ ശിക്ഷയാണ് ഈ വരുന്നത്. എത്ര പേരാ പിന്നെ പോകുന്നത്? ദാ ഇപ്പം റെജി ലൂക്കോസ്, എസ് രാജേന്ദ്രൻ MLA ആയിരുന്നു, എത്ര പേര് പോയി കഴിഞ്ഞു. ദാ ഇപ്പോൾ CPIയുടെ ഒരാൾ പോയി. മനുഷ്യനങ്ങ് മടുത്തിരിക്കുക, സ്വാതന്ത്ര്യമില്ല ആ പാർട്ടിയിൽ. ടക്കി പിടിച്ച് എല്ലാം അകത്ത് പറയണമെന്ന്, അകത്ത് പറഞ്ഞ റിസൾട്ട് ഇല്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു കണ്ടില്ലേ. ഇപ്പം ഈ എവിടെയാണ് കാസർഗോഡ് ഒരു സഖാവ് പറഞ്ഞു കേട്ടില്ലേ, നിരവധി തവണ പാർട്ടി പറഞ്ഞപ്പം ആ തെറ്റ് കണ്ടുപിടിച്ച് പറയുന്ന ആൾ കുറ്റക്കാരാവുകയും തെറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് CPMലുള്ളത്. അതൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതൊന്നും മിണ്ടാതിരിക്കുക ആരും. ഞാനും മിണ്ടിയില്ലായിരുന്നു. ഇപ്പോഴെന്നെ മോശമായിട്ട് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഈ സത്യങ്ങൾ അതിൻ്റെ ഒരു അംശം വിളിച്ചു പറഞ്ഞത്. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി മാറിയതിന് ശേഷം നേരത്തെ മാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ നിന്നും വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് മാഡത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ഒട്ടും വേദനയില്ല. എന്താണെന്നറിയോ, എങ്ങനെ എൻ്റെ കൂടെ ഇത്രയും സ്നേഹം ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് സഹിക്കാം. അവർക്കും അറിയാം എന്നെ നിഗ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ഇങ്ങനെ ചാരി പാർട്ടി എന്ത് പറയുന്നോ അടിമ പോലെ അത് കേട്ടോണ്ടിരിക്കുന്നവരാണ് ഇമാതിരി പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ വിശ്വാസം, ഈ സോഷ്യൽ മീഡിയയിൽ ഊരും പേരും ഇല്ലാതെ പറയുന്നവരൊന്നും എന്നെ അറിയുന്നവരാണോ എന്ന് അറിഞ്ഞാൽ അറിയുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു, വളരെ സ്നേഹത്തോടെയൊക്കെ അന്നൊക്കെ ഇരുന്നിട്ടുള്ളവരും പറഞ്ഞു. പക്ഷേ അങ്ങനെ പറയുന്നൊന്നും എന്നെ ഏകദേശത്തില്ല, എൻ്റെ മനസ്സിലേക്ക് കയറത്തില്ല. കാരണം ശോഭന ജോർജ് വന്നതിൻ്റെ പേരെന്താണെന്ന് അവർ പറയണം. ഫിലിപ്പോസ് ജോർജ് എന്ന കോൺഗ്രസ്സുകാരൻ വന്നപ്പം ഓരോരോ സ്ഥാനമാനങ്ങൾ ഇരുത്തിയപ്പോൾ, സ്ഥാനമാനങ്ങളെന്നല്ല അവരൊക്കെ നല്ലത്. പിന്നെ ഇതേ രതികുമാർ വന്നപ്പം നല്ലത്, ഞാനും കൂടെ ചേർന്നാണ് സ്വീകരിച്ചത്. പല പാർട്ടിയിൽ നിന്നും BJPയിൽ നിന്നും ഒക്കെ ഉള്ള കാപ്പ കേസിലെ പ്രതികളെ വരെ വീണ ജോർജ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ അവിടെ സ്വീകരിച്ചപ്പോൾ അത് നല്ലത്. അതിൻ്റെ പേരെന്താന്ന് ഈ പറഞ്ഞവർ പറയണം. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കേസത്തില്ല. എത്ര എന്നെ പറഞ്ഞാലും അത് എന്നെ ബന്ധിക്കത്തില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ നന്നായി അറിയാം. അവർക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്. ഒരു അധികാരമോഹിയല്ല, അധികാരം ഉണ്ടായിരുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രയോഗിച്ചതെന്ന് ബോധ്യമുള്ളവരാണ് ഈ നാട്ടിലുള്ളവർ. അതുകൊണ്ട് ഇവരാരും എന്ത് പറഞ്ഞാലും എന്നെ അത് ഏശുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിയമസഭാ ഇലക്ഷൻ വരികയാണല്ലോ, കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കാൻ മാം തയ്യാറാണോ? അല്ല, അങ്ങനെ ഒരു കാര്യം ഇപ്പം മുമ്പിൽ വന്നിട്ടില്ല. അത് പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത്, ഏത് സ്ഥാനാർത്ഥി വരുന്നോ അപ്പം എല്ലാവരും കൂടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ജയിക്കണം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഐഷ പോറ്റി മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ?
ഇതുവരെ എൻ്റെ മുമ്പിലില്ലത്. അത് അവരവരുടെ താല്പര്യം പറയുമായിരിക്കാം. അല്ലാണ്ട് പാർട്ടിയല്ലേ ഡിസിഷൻ എടുക്കുന്നത്. പാർട്ടി നേതൃത്വം ആലോചിച്ച് കൂട്ടായിട്ട് ആലോചിച്ച് ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ നിൽക്കണമെന്ന് അവരല്ലേ തീരുമാനം. എൻ്റെ മുമ്പിലുള്ള കാര്യമല്ലത്. അത് ജനങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ മുമ്പിലില്ല അത്. ഇപ്പം UDF-ലാണല്ലോ, പുതിയ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ മാഡത്തിന് UDF-ൽ നിന്ന് നൽകിയിട്ടുണ്ടോ? ഞാനിപ്പം അങ്ങോട്ട് ചെന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. എനിക്ക് എല്ലാവരെയും പരിചയപ്പെടണം, ആ കമ്മിറ്റികളുടെ ഘടന മനസ്സിലാക്കണം. ദീർഘവർഷമായിട്ട് മറ്റേ കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ടുള്ള പരിചയം എനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്, വേറൊരു രീതിയിലാണ്. ഞാൻ പിക്ക് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം എടുക്കും. ഒരു 2 മാസത്തോളം എങ്കിലും ആയേ ഫെമിലിയർ ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ചുമതലയിൽ എല്ലാത്തിനും എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാ ക്യാമ്പയിനുകളിലും വിളിക്കുന്നുണ്ട്. ഇന്നലെയും പങ്കെടുത്തിരുന്നു വർഗബഹുജന സർവീസ് സംഘടനയുടെ പരിപാടികൾക്കും മറ്റുള്ള വർഗബഹുജന സംഘടനയുടെ പരിപാടിക്കെല്ലാം ഞാൻ അതിഥിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്തേക്കൊന്നും നീ ഭാരവാഹിത്വം അതൊക്കെ പിന്നീട് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പോകുന്നതിനെല്ലാം ഞാൻ നന്നായിട്ട് ഇടപെട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ഈ നിയമവ്യവസ്ഥിതിയിൽ സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എല്ലാവരും വാചകത്തിലൂടെ പറയും സ്ത്രീ സുരക്ഷ വേണം, സ്ത്രീകൾക്ക് കെയർ കൊടുക്കണം, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം. അത് വാക്ക് ചാതുരിയിൽ കൂടെ പറയുന്നതല്ലാതെ റിയൽ ആയിട്ടുള്ള അനുഭവത്തിൽ എപ്പോഴും കുറേ പിന്തള്ളി പോകുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന. അതിന് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെ പിറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഞാനൊക്കെ എപ്പോഴും പണ്ട് അപ്പുറത്തിരുന്നപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് വരുന്നത്, മുന്നോട്ട് പോവാ. ഒരു വിഷമം വന്നാൽ, ഒരു ആക്രമണം വന്നാൽ, ഒരു എന്താ പറയുക, ഇപ്പോൾ ഒത്തിരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ കേസ് നടത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ ആക്ഷേപിക്കൽ, സ്ത്രീകൾക്ക് മറ്റ് പറ്റിക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യം വന്നാൽ ധൈര്യമായിട്ട് നിയമ നടപടിയെടുക്കാൻ മുന്നോട്ട് വരണം. അതിന് വേറൊന്നുമല്ല വേണ്ടത്, നിയമപരമായ കാര്യങ്ങൾ. ഞങ്ങൾ അങ്ങനെ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. തന്നെയുമല്ല, നല്ല തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വരാനും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പൊതുസമൂഹത്തോടൊപ്പം പ്രതികരിക്കാനും നല്ല ശേഷി ഉണ്ടാക്കണം. എവിടെയാണോ നമ്മളെ പിന്നോട്ടാക്കുന്നത് അവിടുന്ന് 2 അടി മുന്നോട്ട് വരാൻ നമ്മുടെ സ്ത്രീകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, ആരും സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ തന്നേക്കാമെന്ന് പറഞ്ഞ് വരുമെന്ന് ധരിക്കണ്ട. നമ്മൾ ഓരോ സ്പേസും ഇടിച്ചിടിച്ച് നേടിയെടുക്കണം. അപ്പോഴാണ് വലിയ വിജയം ഉണ്ടാവുക. എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും അതാ, ധൈര്യമായിട്ട് മുന്നോട്ട് വരണം. സ്ത്രീകൾക്ക് അനുകൂലമായി ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നില്ലേ? അതിനെക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഓഫീസിൽ തന്നെ ചിലപ്പോൾ അങ്ങാർക്കൊരു പണി കൊടുക്കണം എന്നും പറഞ്ഞ് വന്നാൽ അപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും. എന്തെന്നറിയോ, ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിരവധി നിയമങ്ങളുണ്ട്. ഗാർഹിക പീഡന നിയമം, അതുപോലെ വർക്ക് പ്ലേസിലുണ്ടാകുന്ന പോഷ് ആക്ട് പോലെയുള്ള പല നിയമങ്ങളുണ്ട്. പിന്നെ ഗാർഹിക പീഡനത്തിന് പണ്ടത്തെ 498 ഇപ്പോൾ സെക്ഷൻ മാറി വന്നിട്ടുണ്ട് BNS-ൽ. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും, എല്ലാവരുമല്ല, കുറേ പേരെങ്കിലും അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കുക, അല്ലെ വീട്ടുകാർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് ആ മാറ്റർ കേൾക്കുമ്പോൾ അറിയാം. ഒരു റിയലായ ഫാക്ട്സ് ആണെങ്കിൽ നമുക്കറിയാം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും നീതി ഒരുപോലെ ആയിരിക്കണം, നിയമങ്ങൾ ഒരുപോലെ ആയിരിക്കണം. പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്, അത് സ്ത്രീകളെ കൂടുതൽ ആക്ഷേപിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അവരുടെ ഗർഭം, അവരുടെ പ്രസവം എന്തിനിങ്ങനെ നാണക്കേടാക്കുന്നു. സ്ത്രീകൾ തന്നെ വിചാരിക്കണം, സ്ത്രീകളും കൂടി വിചാരിക്കണം, ഈ സമൂഹത്തിൽ ഇമാതിരിയുള്ള കാര്യങ്ങളെ നിർത്താനായിട്ട് പറയാനുള്ള തൻ്റെ ഇടം സ്ത്രീകൾക്കൂടെ ഉണ്ടാകണം. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചാൽ നിയമപരമായി നടപടിയെടുക്കണം. നടപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണം. അങ്ങനെയാണ് പോകേണ്ടത്. ഞങ്ങൾ അങ്ങനെയൊക്കെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് വിടാറുണ്ട്. ശരിയായ കാര്യങ്ങളിൽ മാത്രമേ ഇത്തരം സുരക്ഷാ നിയമങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അർഹതപ്പെട്ടതിൽ മിസ്യൂസ് ചെയ്യുന്നത്, അതിനെതിരായിട്ടൊരു ക്ലോസ് തന്നെ വരേണ്ടതാണ്. മാം MLA ആയിരുന്ന സമയത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറുമായിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. സത്യമായിട്ട് എനിക്ക് എല്ലാവരും, ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടേ ഇല്ല ഒരിക്കലും. ജനപ്രതിനിധിയായിട്ട് ഇത്രയും വർഷം ഇരുന്നല്ലേ ഇവിടെ വരുന്നവരോട് ഞാൻ കോൺഗ്രസ് ആണോ BJP ആണോ CPM ആണോ എന്നൊന്നും ചോദിച്ചിട്ടേ ഇല്ല. അവരുടെ ആവശ്യങ്ങൾ അത് എല്ലാ തലത്തിലുള്ള വെറും പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരും തൊഴിലാളികളും
വിദ്യാർത്ഥികളും സ്ത്രീകളും എല്ലാ വിഭാഗത്തിലുള്ളവരും ഇവിടെ വരുമായിരുന്നു. എല്ലാവരെയും ഞാൻ ഒരേപോലെ കണ്ടിട്ടുള്ളൂ. ജനപ്രതിനിധിയായിരുന്നപ്പം 2 തവണ LDF സർക്കാരിൻ്റെ കാലത്തും 1 തവണ UDF സർക്കാരിൻ്റെ കാലത്തും ഇരുന്നിട്ടുണ്ട്. എനിക്ക് പക്ഷേ അതിനൊരു വിഷമം തോന്നിയിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവരെ അന്നിരുന്ന മന്ത്രിമാരെ എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നനുസരിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വലിയ വലിയ സ്കിൽ പാർക്ക് പോലെയുള്ള പ്രോജക്റ്റ് കേരളത്തിൽ 6 എണ്ണം ഉള്ളതിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഓർഡർ എടുത്താൽ അറിയാം. അത് കൊട്ടാരക്കര കൊണ്ടുവന്ന് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. റൂറൽ SP ഓഫീസിൻ്റെ സ്ഥലം വിട്ട് കിട്ടാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നത് അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം ഉള്ളപ്പോഴാണ്. അപ്പോൾ എനിക്ക് അന്നുള്ള എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവരെല്ലാം എന്നോട് വലിയ സ്നേഹമായിരുന്നു. ടൂറിസം പദ്ധതി തരുന്നതിനായാലും ഈ മീൻപിടിപ്പാറയുടെ 1ാം ഘട്ടമൊക്കെ അന്ന് കിട്ടിയതാണ്, 2ാം ഘട്ടം കഴിഞ്ഞ തവണ. അപ്പോൾ ചികിത്സാ ചെലവ് കൊടുക്കുന്നതിന് എന്ത് സഹായിച്ചിട്ടുണ്ട് വെറും പാവങ്ങളെ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം എന്നോട് അങ്ങനെ ഒരെണ്ണം കാണിച്ചിട്ടേ ഇല്ല, ഉമ്മൻചാണ്ടി സാറായാലും വേറുള്ളവരായാലും. ഉമ്മൻചാണ്ടി സാറാണ് ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അത്രയും വലിയൊരു മനുഷ്യനായിട്ട് ഞാൻ പലപ്പോഴും പല വിഷയങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പറ്റ ആൾക്കാർ എപ്പോഴും ഞാനിന്ന് പറഞ്ഞു പോകുന്നത് അറിയാതെ അങ്ങോട്ട് കയറാൻ പാടാം. പക്ഷെ എങ്ങനെയെങ്കിലും എൻ്റെ അവിടെ നിൽക്കുന്ന ആരും ഒരു MLA വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് എത്തി നോക്കി ഞാൻ അവിടെ നിന്ന് കണ്ട വാ ആയിഷ പോറ്റി വാന്ന് പറഞ്ഞ് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇപ്പുറത്തൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, വാ ഇരിക്കുമെന്ന് പറഞ്ഞ് അത് കേട്ട് എൻ്റെ റെപ്രസെൻറ്റേഷൻ വാങ്ങിപ്പോവും. എന്നോട് അത്രയും കാണിക്കുന്ന ഒരാളോട് നമുക്ക് ആ ബഹുമാനത്തിൻ്റെ അങ്ങറ്റയിൽ വരുള്ളൂ. ഇങ്ങനെയല്ലേ ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു ജനപ്രതിനിധി ആയാലും മന്ത്രി ആയാലും ഏത് സ്ഥാനത്തെത്തിയാലും ഒരു പെരുമാറ്റം നമ്മളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു. അത് സത്യമാണ്. ആ കാര്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിനൊക്കെ പോവുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു ലേഖനം എഴുതി കൊടുത്തിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഉള്ള ഒരു ബുക്ക്. അപ്പോൾ എൻ്റെ ഒരു ലേഖനവും അതിനകത്ത് MLA ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ആര് നല്ലത് ചെയ്താലും നല്ല കാര്യങ്ങളെ എപ്പോഴും അംഗീകരിക്കണം. എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. എല്ലാവരോടും അതെ, LDF എന്നോ UDF എന്നോ ഭേദമില്ലാതെ മുഴുവൻ ആൾക്കാരോടും, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ നല്ല പെരുമാറ്റം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഭാവിയിൽ സമൂഹത്തിന് വേണ്ടി മാമന് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു ട്രാഫിക് പ്രോബ്ലം ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇരുന്ന സമയത്ത് 59.46 കോടി രൂപ അനുവദിപ്പിച്ച് ഒരു മേൽപ്പാലം 750 മീറ്ററേ ഉള്ളായിരുന്നു രവിനഗറിൽ നിന്ന് ഇപ്പുറത്തേക്ക്. ഇവിടെ ഏറ്റവും ശ്വാസം മുട്ടുന്ന ഒരു കാര്യം അതാണ്. ഇനി ഒരു ഗവൺമെൻറ് വരുമ്പോൾ തീർച്ചയായിട്ടും പരിഹരിക്കണം. ഇനി ഇരിക്കുന്നവർക്ക് ഒട്ടും സമയമില്ല വർത്തമാനം പറയാനോട്. ഈ പാലം ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞ് ബൈപ്പാസ് കൊണ്ടുവന്നു കണ്ടമാനം വലിയ വീടുകളും എല്ലാം താമസിക്കുന്ന വീടുകൾ പോലും പോകുന്ന ഒരു സ്ഥിതിയും അവരുടെ പ്രശ്നങ്ങളും വന്നു. അപ്പം ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്നത് വരണം. പിന്നെ കുട്ടികൾക്ക് ഇപ്പം മോൾ എന്നോട് ചോദിച്ചല്ലോ, സ്ത്രീകളുടെ കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നുണ്ട്, വെള്ള പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ സമൂഹ നന്മ ഉണ്ടാകുന്ന തരത്തിൽ കുട്ടികളെ നന്നായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വിദ്യാഭ്യാസം ഏറ്റവും ശക്തിപ്പെടുത്തി സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുത്ത് മിടുമിടുക്കരാക്കി നമ്മുടെ യുവതലമുറയെ മാറ്റണം എന്നുള്ള വലിയൊരു സ്വപ്നമാണ്. അതിൻ്റെ ഭാഗമാണ് ആ സ്കിൽ പാർക്കൊക്കെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് നല്ല മിടുക്കരായി നല്ല അവരുടെ കഴിവുകളെ വികസിപ്പിച്ചിട്ട് അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ പോകുന്നത്. ഞാനിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേരും പോയിട്ടുണ്ട്. കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൂടെ കൊണ്ടുവന്നിട്ട്. അപ്പം അതേപോലെ അതിൻ്റെ ഇപ്പോഴാണ് റോബോട്ടിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാലം ഒരുപാട് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പം യുവതലമുറയിലും കുട്ടികളിലും ഈ വലിയ സാധ്യതകൾ അവർക്ക് പ്രാപ്തമാക്കി കൊടുക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാൻ, ഇൻ്റർനെറ്റും. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ കൊടുത്ത് എല്ലാ ഭാഷകളും പഠിക്കുക, എവിടെ ചെന്നാലും നിൽക്കാൻ പഠിക്കുക, തൻ്റെ ഇടത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു സംസ്കാരം ഉണ്ടാക്കുക, നല്ല ഭാഷ ഉപയോഗിക്കാൻ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, കൂട്ടായ്മയോടെ പോകാൻ, ഇങ്ങനെ ഒരു മാനുഷിക സംസ്കാരം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരണം. നല്ല മനുഷ്യരാക്കണം, നല്ല ഡെവലപ്മെൻറ്റ്, മനുഷ്യർക്ക് സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവരണം. അതൊക്കെ ആരായാലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹമുള്ളത്. ആരാണെങ്കിലും അതൊക്കെ ചെയ്യണം. സ്ത്രീകളെ കൂടുതൽ മെച്ചാക്കണം. കുട്ടികൾക്ക് നല്ല അംഗീകാരം കൊടുക്കണം. ചെറുപ്പക്കാർക്ക് പ്ലേസ് കൊടുക്കണം. എല്ലാവരും വേണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വേണം. നമുക്ക് പരിചയം ഇല്ലാത്തവരെ പരിചയമാക്കിയെടുക്കണം. അങ്ങനെ എല്ലാ തലത്തിലുള്ളവരെ സമന്വയിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് വലിയൊരു വിജയവും നാടിന് ഒരുപാട് നന്മയുണ്ടാകുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ ചുവടുമാറ്റം കൊണ്ട് കൊട്ടാരക്കരക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്
മാമൻ എന്താണ് പറയാനുള്ളത്? എനിക്കതിന് പറയാനുള്ളത് എന്താണെന്നറിയോ, ഞാൻ എന്തോരം എത്രമാത്രം മെൻ്റൽ ടെൻഷനും വിഷമങ്ങളും അനുഭവിച്ചിട്ടാണെന്നറിയോ ഇങ്ങനെ ഒരു മാറ്റം വന്നത്. കാരണം എനിക്ക് പറ്റുന്നേയില്ല, അല്ലാതെ അത്രയും ഒരിക്കലും ആരുടെ ഒരു അടിമത്തമായിട്ടിരിക്കാൻ എനിക്കിഷ്ടമല്ല. സ്വതന്ത്രമായിട്ട്, സ്വന്തം കാര്യത്തിനല്ലല്ലോ, പൊതുവായിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇത്രയും വർഷം പ്രവർത്തിച്ചവർക്ക് ഭയങ്കര സ്നേഹമായിട്ട് താഴത്തെ പ്രവർത്തകർ, ഞാൻ പറഞ്ഞതെല്ലാം പാർട്ടിയുടെ വ്യതിയാനം ഒരു ഭാഗത്തിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടാണ്, ഒരു ലീഡർഷിപ്പിൻ്റെ കുറേ ഭാഗങ്ങൾ കൊണ്ട് വഴിമാറി പോകുന്നതുകൊണ്ടുള്ള വല്ലാത്ത ബന്ധങ്ങൾ, അത് താഴെ തട്ടിൽ വരെയുള്ള പ്രവർത്തകർക്കും അതിലെ ഉള്ള ആൾക്കാർക്കും വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മിണ്ടാതിരിക്കുക, എന്നാലും അവിടെ ഇരിക്കാവൂ എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മാറിയെങ്കിലും ഞാൻ ലോകത്തെവിടെ ഇരുന്നാലും എൻ്റെ പ്രവർത്തിച്ചിരുന്ന സഖാക്കളോടും എൻ്റെ നാട്ടിലെ ജനങ്ങളോടും എന്നും ഈ ഐഷ പോറ്റി ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ജാതിയോ, ഏത് ജാതിയാണെന്നുള്ള ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചില്ല. ഏത് പാവപ്പെട്ടവർ വന്നാലും ഇവിടെയാണ് ഞാൻ ഇരുത്താറ്. എവിടെ ചെന്നാലും എല്ലാവരോടും ഒരുപോലെയാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ വേറൊരു കണ്ണോടുകൂടി കാണാൻ പറ്റില്ല. ഈ ഐഷ പോറ്റി എന്നും ഈ നിലപാട് ഉള്ള ആൾ തന്നെയായിരിക്കും. എല്ലാവരോടും എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും, പാർട്ടി മാറിയെന്ന് വെച്ച് സഖാക്കൾക്ക് ദേഷ്യം വന്നാലും, എൻ്റെ എല്ലാ സഖാക്കളോടും, എൻ്റെ എല്ലാ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഈ ഐഷ പോറ്റി എന്നും ജാതി മതത്തിന് അതീതമായി, പണത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് അതീതമായി ജനങ്ങളുടെ ഒപ്പം എന്നും എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും മരിക്കുവോളം. ആ സ്നേഹം, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും എനിക്ക് അവരോട് സ്നേഹമുള്ളൂ. നന്നായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഇന്ന് വളരെയേറെ തിരക്കുണ്ടായ ഒരു ദിവസമായിട്ടും കൊട്ടാരക്കര മീഡിയയോട് അല്പസമയം ചെലവഴിച്ചതിന് മാമിന് ഒത്തിരി നന്ദി. ഒത്തിരി സന്തോഷം. എത്ര തിരക്കാണെങ്കിലും എല്ലാവരും വേണ്ടേ നമുക്ക്. എല്ലാവരോടും സംസാരിക്കുമ്പോൾ നമുക്കും അത് സന്തോഷമല്ലേ. അത് ഷെയർ ചെയ്ത് മനുഷ്യരിൽ എത്തിക്കുമ്പോൾ ഒരു മാറ്റമൊക്കെ വന്നാൽ നല്ലതല്ലേ. എപ്പോഴായാലും ഞാൻ എങ്ങനെയായാലും എത്ര തിരക്കാണെങ്കിലും ആരെയും കാണാതെ പോകുന്ന ആളല്ല. എന്നും അങ്ങനെയായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചതിൽ.